കഴിഞ്ഞ 3 ദിവസവും വയനാട്ടിൽ കനത്ത മഴയായിരുന്നു. വലിയൊരു അലംഭാവം സർക്കാർ സംവിധാന ഭാഗങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ടോ എന്ന സംശയങ്ങൾ ഈ സാഹചര്യത്തിൽ ഉയരുന്നുണ്ട്. പക്ഷേ ഏതായാലും ഇപ്പോൾ അവിടെ മണ്ണിൽ കുടുങ്ങിയ ആളുകളെ രക്ഷിച്ചെടുക്കുക എന്നുള്ളത് തന്നെയാണ് പ്രാഥമികമായ ദൗത്യം. അതവിടെ നിർവഹിക്കപ്പെടുന്നുണ്ട്. ഡിവൈഎഫ്ഐ അടക്കമുള്ള സംഘടനകളുടെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം അവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ജോഷില ഒരിക്കൽ കൂടി ചേരുന്നുണ്ട്. ജോഷില, ഈ രക്ഷിച്ച ആരെയാണ് മണ്ണിൽ നിന്ന് പുറത്തെടുത്തതെന്ന് ആ വിവരങ്ങൾ നമുക്ക് ലഭിക്കേണ്ടതുണ്ട്. ഏതായാലും ആശുപത്രിയിലേക്ക് എത്തിക്കാനാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവയ്ക്കാനുള്ളത് ജോഷില? സിജു, നമുക്ക് കാണാൻ സാധിക്കും മേപ്പാടിയിലെ ഇവിടുത്തെ വാർഡ് മെമ്പറായ ജിതിൻ അടക്കമുള്ള ആളുകളാണ് ഈ ആളെ കൊണ്ടുവരുന്നത്, സ്ട്രക്ചറിൽ കിടത്തി കൊണ്ടുവരുന്നത് എന്നുള്ളത്. ജീവൻ ഇല്ല എന്നുള്ള ഒരു അവസ്ഥയാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. എന്തായാലും ആശുപത്രിയിലേക്ക് തന്നെയാണ് കൊണ്ടുപോകാൻ സാധ്യത. ആംബുലൻസ് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഒരാളെ കൂടി മണ്ണിനടിയിൽ നിന്ന് പുറത്തെടുത്തു എന്ന് വേണം പറയാൻ. അതിഥി തൊഴിലാളി തന്നെയാവാനാണ് സാധ്യത. കാരണം ഇവിടെ ഉണ്ടായിരുന്ന അതിഥി തൊഴിലാളികൾ ഉണ്ടായിരുന്ന ആ ഒരു ബസ്സിലേക്കാണ് ഈ മണ്ണിടിച്ചിൽ ആദ്യം ഉണ്ടായത്. ബസ് താഴേക്ക് പോയിട്ടുണ്ട്, അല്ലെങ്കിൽ ബസ് മണ്ണിനടിയിലേക്ക് പോയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് നേരത്തെ തന്നെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ആ ബസ്സിൽ എത്ര പേരുണ്ടായിരുന്നു എന്നുള്ളത് കണക്ക് മാത്രമാണ് ലഭിക്കാനുള്ളത്. എന്തായാലും എത്ര അതിഥി തൊഴിലാളികൾ അതിൽ ഉൾപ്പെട്ടിരുന്നു എന്നുള്ള കാര്യം അറിയില്ല എന്നുള്ളതാണ്. ആ കണക്ക് അധികൃതർക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ല. കാരണം പണി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയായിരുന്നു. ഇപ്പോൾ മഴയും വെയിലും ഒരുപോലെയുള്ള ഒരു സാഹചര്യമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനത്തിന് വലിയ തോതിൽ മണ്ണ് മാറ്റുക എന്നുള്ളത് വലിയൊരു പ്രതിസന്ധിയായി നിലനിൽക്കുന്നുണ്ട്. അത് വലിയ പ്രശ്നമായി നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. നല്ല മഴയും അതുപോലെ തന്നെ വെയിലുമുള്ള ഒരു സാഹചര്യം, ഇടയ്ക്ക് വെയിൽ മാറി വലിയ കനത്ത മഴ വരുന്നു. ഇതൊക്കെ തന്നെ രക്ഷാപ്രവർത്തനത്തെ ബാധിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇപ്പോൾ 7 പേരുടെ മണ്ണിൽ നിന്നും പുറത്ത് എത്ര ഏരിയയിലേക്കാണ് ഈ മണ്ണിടിഞ്ഞ് വീണത്? മീനാക്ഷി പാലത്തിന് മുകളിലേക്ക്, അവിടെയുള്ള വീടിനരികിലേക്ക് ഈ എത്ര ഏരിയയിൽ മണ്ണിടിഞ്ഞു വീണ് കിടക്കുന്നു എന്നറിയുമ്പോൾ മാത്രമാണ് ഇത് മണ്ണ് നീക്കുക എന്നുള്ളത് എത്രത്തോളം സമഗ്രമാണെന്ന് മനസ്സിലാക്കേണ്ടി വരികയും ചെയ്യുക. ഏതായാലും ഇപ്പോൾ ദൃശ്യങ്ങൾ കാണുന്ന പോലെ മഴയും വെയിലും മാറി മാറി വരുന്ന സാഹചര്യം, ഇപ്പോൾ വളരെ പെട്ടെന്ന് മഴ മാറി നിൽക്കുന്ന സാഹചര്യമാണ്. ഇപ്പോൾ വെയിൽ വന്നിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ജോഷ്ല, ഈ മണ്ണിൻ്റെ പ്രാഥമികമായി തന്നെ എത്ര ഏരിയയിൽ ഈ മണ്ണ് ഇടിച്ചിലുണ്ടായി മണ്ണ് താഴേക്ക് പതിച്ച് കിടപ്പുണ്ട്? വിവരങ്ങൾ നമുക്ക് നൽകാൻ കഴിയുമോ? സിജു, അങ്ങനെ ഒരു കൃത്യമായ കണക്ക് പറയാൻ സാധിക്കില്ല. ഒരു മലയുടെ ഒരു ഭാഗം തന്നെ ഇടിഞ്ഞു വന്നിട്ടുണ്ട് താഴേക്ക് എന്ന് പറഞ്ഞാൽ വലിയ താഴ്ചയിലേക്ക് തന്നെ ആ മണ്ണിടിച്ചിലുണ്ടായിട്ടുണ്ട്. നമുക്ക് കാണാൻ സാധിക്കും താഴെയുള്ള ആ വീട് വരെ, അതിൻ്റെ ഒരു പകുതി ഭാഗം വരെ മണ്ണിൽ പുതഞ്ഞു കിടക്കുന്ന അവസ്ഥയാണ്. നമ്മൾ കാണുന്ന ആ ഒരു ഭാഗം മാത്രമല്ല, ആ ഒരു ഭാഗത്തു നിന്നും ഈ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. പൊട്ടി വന്നതാണ് ആ മലയുടെ ഒരു ഭാഗമാകെ പൊട്ടി വന്നതാണ്. അത് താഴെ റോഡിലേക്കും അതുപോലെ തന്നെ റോഡിന് താഴെയുള്ള പുഴയിലേക്കും അതുപോലെ തന്നെ ഈ പാലമാകെ മൂടിയ അവസ്ഥയിലേക്കാണുള്ളത്. അതിൻ്റെ താഴെ തൊഴിലാളികൾ ഒരുപക്ഷെ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാവണം. അതുപോലെ തന്നെ കുറേ പേർ ആ വാഹനത്തിലുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ആ തൊഴിലാളികളാണ് ഇതിൽ പെട്ടിരിക്കുക എന്നുള്ളതാണ്. അന്യസംസ്ഥാന തൊഴിലാളികൾ അല്ലെങ്കിൽ അതിഥി തൊഴിലാളികളാണ് ഈ ഒരു അപകടത്തിൽ പെട്ടിരിക്കുക എന്നാണ് ഉദ്യോഗസ്ഥരടക്കം നമ്മളോട് പങ്കുവയ്ക്കുന്നത്. എന്തായാലും ഇപ്പോഴും ആ ഭാഗത്തേക്ക് ആളുകൾ, അത് NDRF സംഘം അടക്കമുള്ള ആളുകൾ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതാണ്. നേരത്തെ ഒരാളെ പുറത്തെടുത്ത് സ്ട്രക്ചറിൽ കൊണ്ടുവരുന്ന ആ ഭാഗത്തേക്ക് തന്നെ NDRF സംഘം ഇപ്പോൾ ഇറങ്ങുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അവിടെ വീണ്ടും ആൾ ഉണ്ടോ എന്നുള്ള ഒരു സംശയം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ആ ഭാഗത്തേക്ക് കൊണ്ടുപോകുന്നത്. എന്തായാലും അവിടെ ഇപ്പോൾ തിരച്ചിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ പൊട്ടിയ ഭാഗത്തിന് നേരെ താഴെയാണ് ഇപ്പോൾ തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സിജു, ശരി ജോഷ്ല, ഏതായാലും കൂടുതൽ വിവരങ്ങൾ അവിടെ അറിയേണ്ടതുണ്ട്. എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായെന്ന് സംബന്ധിച്ച് കൃത്യമായ ബോധ്യം സംസ്ഥാന സർക്കാരിന് മന്ത്രിമാർക്ക് പോലും ഇല്ല. അതുകൊണ്ടാണ് നിരുത്തരവാദപരമായ പ്രസ്താവനകൾ നടത്തുകയും ചെയ്യുന്നത്. അവിടെ മണ്ണ് നീക്കാൻ ആവശ്യപ്പെട്ടിരുന്നു, പിന്നീട് മണ്ണ് നീക്കണ്ട എന്ന് പറഞ്ഞു എന്ന തരത്തിലുള്ള ചില വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. ഏതായാലും
വലിയ അർത്ഥത്തിൽ ഷിരൂരിലേത് സമാനമായ ഒരു സാഹചര്യമെന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരുന്നുണ്ട്. അവിടെ നിന്ന് ആ മണ്ണിടിച്ചിൽ തുരങ്കപാതയ്ക്ക് സമീപത്ത് നിന്ന് മണ്ണിടിച്ചിലുണ്ടാകുന്നു. ആ മണ്ണ് അവിടെയുള്ള റോഡിലേക്കും സമീപത്തുള്ള കള്ളാടി പുഴയിലേക്കും പതിക്കുകയായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന വാഹനങ്ങളുടെ മുകളിലേക്ക്, ജോലിയെടുത്തിരുന്ന ആളുകളുടെ മുകളിലേക്ക് മണ്ണ് ഇടിഞ്ഞ് വീഴുകയായിരുന്നു. 2 പേരുടെ മരണമാണ് ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുള്ളത്. 6 പേര് ചികിത്സയിലാണ്. ഒരാളുടെ നില ഗുരുതരമാണ് എന്നുള്ള വിവരങ്ങൾ കൂടിയാണ് പുറത്തു വരുന്നത്. ഏതായാലും ഒരു മലയുടെ ഒരു വലിയ ഭാഗം ഇടിഞ്ഞ് താഴേക്ക് പതിക്കുകയായിരുന്നു. മന്ത്രിമാർ പറഞ്ഞതുപോലെ അല്ല കാര്യങ്ങൾ. മണ്ണ് നീക്കാത്തതല്ല അപകട കാരണമായത്. കനത്ത മഴയെ തുടർന്ന് മണ്ണിടിയുകയായിരുന്നു, കുന്നിടിഞ്ഞ് താഴേക്ക് പതിക്കുകയായിരുന്നു എന്നാണ് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്നടക്കം മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും 2 മന്ത്രിമാർ, മന്ത്രി എ പി അനിൽകുമാറും ടി സിദ്ദിഖും വയനാട്ടിലേക്ക് തിരിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് ഈ 2 മന്ത്രിമാരും വയനാട്ടിലേക്ക് തിരിച്ചത്. അല്പം മുമ്പ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രി വയനാട് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ആസ്ഥാനത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തുകയും ചെയ്തു. അല്പസമയത്തിനകം അദ്ദേഹം മാധ്യമങ്ങളെ കാണുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപകടത്തിനിടയാക്കിയത് എന്ത് എന്നത് സംബന്ധിച്ച് ഇനിയും വ്യക്തത വരേണ്ടതുണ്ട്. ഇപ്പോൾ കൊങ്കൺ റെയിൽവേ പഴിചാരുകയാണ് സംസ്ഥാനത്തെ 2 മന്ത്രിമാർ. യഥാസമയം അതോടൊപ്പം തന്നെ PWDക്ക് ഇതിൻ്റെ ചുമതലയുണ്ട്. പക്ഷേ PWD അതിൻ്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയും കൊങ്കൺ റെയിൽവേയുടെ മുകളിൽ കുറ്റം പഴിചാരുകയും ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നു. ഏതായാലും ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് രക്ഷാപ്രവർത്തനം കാര്യക്ഷമമായി തന്നെ നടക്കുന്നു. ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ഡിവൈഎഫ്ഐയുടെ ജില്ലാ സെക്രട്ടറി അടക്കം ദുരന്ത സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്നു. ഇപ്പോൾ ഒരാളെ കൂടി മണ്ണിനടിയിൽ നിന്ന് പുറത്തേക്കെടുത്തു, ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി എന്നുള്ള വിവരങ്ങൾ കൂടിയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. 6 പേരെയാണ് വയനാട് മേപ്പാടി മൂപ്പൻസ് ആശുപത്രി ചികിത്സയിലുള്ളതിൽ ഒരാളുടെ ആരോഗ്യനില ഗുരുതരമാണ് എന്നുള്ള വിവരങ്ങൾ കൂടിയാണ്. ഇതിനിടെയാണ് ഇപ്പോൾ വയനാട്ടും കോഴിക്കോട്ടും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നത്. കഴിഞ്ഞ 3 ദിവസമായി വയനാട്ടിൽ കനത്ത മഴയായിരുന്നു. പക്ഷേ യെല്ലോ അലർട്ട് മാത്രമാണ് പ്രഖ്യാപിച്ചിരുന്നത്. ഈ ദുരന്തമുണ്ടായതിന് പിന്നാലെ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചത് സംശയത്തിന് ഇട നൽകുന്നുണ്ട്. സർക്കാർ സംവിധാനങ്ങൾ കാര്യക്ഷമമായി ഉണർന്ന് പ്രവർത്തിച്ചില്ല എന്നുള്ളൊരു ആക്ഷേപം അങ്ങനെ തന്നെ നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും NDRFിൻ്റെ സംഘം അവിടെ എത്തിച്ചേർന്ന് ഈ രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നുണ്ട്. വലിയ ഒരു ഏരിയയിൽ, വലിയ വിസ്തൃതിയിൽ മണ്ണിടിഞ്ഞ് കിടക്കുന്നുണ്ട്. അത് നീക്കുക എന്നുള്ളത് തന്നെ വലിയ ശ്രമകരമായ ദൗത്യമാണ്.